ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളായി ഉച്ചയൂണിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട്. ഇന്നൊരു ഉച്ചയൂണാണ് കേട്ടോ. അതിനകത്ത് ആദ്യം നമ്മൾ ഒരു പൈനാപ്പിൾ വെച്ചൊരു പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഒരു മുറി പൈനാപ്പിൾ ചെത്തി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്, അല്പം ഉപ്പും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. പൈനാപ്പിളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ അരപ്പിൻ്റെ പച്ച രുചി മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. കൽച്ചട്ടി ആയതുകൊണ്ട് പുളിശ്ശേരിയുടെ തൈര് ഒഴിക്കുന്ന സമയത്ത് അതങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് തണുത്തതിന് ശേഷം 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവായും 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളൊരു കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു, 4 എണ്ണം, അതും ഇട്ട് കൊടുക്കാം. 3 ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഒരല്പം മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു കൂർക്ക മെഴുക്ക് തോരനാണ് ഉണ്ടാക്കുന്നത്. ഒരു 250 ഗ്രാം കൂർക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2 മിനിറ്റിൽ കൂർക്ക എങ്ങനെ വൃത്തിയാക്കാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഒരു 5-8 കാന്താരിമുളക് ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടപ്പടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. തിളച്ച് കഴിയുന്ന ഉടനെ അത് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. കാരണം ഈ ചീവക്കിഴങ്ങിന് നല്ല വേവുള്ളത് കൊണ്ട് അത് വെന്ത് കിട്ടണമല്ലോ. അതെല്ലാം വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ തിരുമ്മിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തോരന് കടുക് വറക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം കടുക് വറുത്ത് ചേർക്കാം. നമ്മൾ സാധാരണ ഇവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറക്കാനുണ്ട്. ഓലത്തളയെന്ന് പറഞ്ഞ മീനാണിത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ അല്പം കറിവേപ്പിലയും എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരുന്ന മീനാണ്. അത് നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് നിരത്തി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അതും ഒന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ മീൻ ഫ്രൈ നല്ല ടേസ്റ്റായിരുന്നു. ഇനി നമുക്കിത് പാത്രത്തിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം കുത്തിരി ചോറ് വിളമ്പാം. ചീവക്കിഴങ്ങ് തോരന്, മീൻ വറുത്തത്, അതേ മീൻ തന്നെ കറി ഉണ്ടായിരുന്നു. നേരത്തെ മീൻ കറിയുടെയൊക്കെ റെസിപ്പികൾ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഇടാതിരുന്നത്. ചെത്തുമാങ്ങ അച്ചാർ, എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.